ഇവിടെ ട്രാൻഡറിൽ നമ്മുടെ ഡെസ്ക് എംപയർ അദ്ദേഹത്തിന്റെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്നാണ് ഇദ്ദേഹത്തെ ചാരമാക്കുന്നത്. ഇന്നൂടെ ആളുണ്ടാവുള്ളൂ. സോ അതിന് മുന്നോടിയായിട്ട് ട്രാൻഡറിൽ ഇവരുടെയൊക്കെ റെപ്ലിക്കാസ്, അതായത് കുഞ്ഞ് എംപയറിന്റെ, ഡോൺ, ഡേ, ഡെസ്ക് എംപയർമാരുടെ ഡ്യൂപ്ലിക്കേറ്റ് ബോഡീസ് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ചേംബറിൽ ചെന്ന് നോക്കുന്നുണ്ട്. കുറേയധികം ഡോൺ, ഡേ, ഡെസ്ക് എംപയർമാരെ ഇവിടെ കാണാം. ഫോമായി വരുന്ന എംബ്രിയോസ് കാണാം. ചെറുതും വലുതുമായിട്ടുള്ള എംബേഴ്സിന്റെ പല ഫോംസ് കാണാം. ഡെസ്ക് എംപയർ എല്ലാം നോക്കി വിശദമായി മനസ്സിലാക്കിയിട്ട് വളരെ ചെറിയൊരു എംപയറിനെ, ഡോൺ ആയിക്കൊണ്ടിരിക്കുന്ന കൈക്കുഞ്ഞു പ്രായത്തിലുള്ള ഒരു എംപയറിനെ വണങ്ങുന്നുണ്ട്. ബില്യൺ കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞവനാണ് ഇങ്ങേര്. കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനാണ്. എന്താണ് ഇങ്ങേര് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ദെൻ ഡാർക്ക്നെസ് ആയി മാറിയ ഡെസ്ക് അസൻഷന് വേണ്ട ഡ്രസ്സൊക്കെ ഇട്ട് തയ്യാറായി. എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ സേവകരോട് ഇത്രയും നാൾ ഇവർ എന്ത് കാര്യത്തിനും ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇത് അവസാന ദിവസമാണ്, ഇന്നെങ്കിലും ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവരും ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്നില്ല. ഇതേ സമയം ഡേ എംപയർ മൈക്കോജനിന്ന് കിട്ടിയ ഒരു റോബോട്ട് തലയുമായി ഡെമേഴ്സലിന്റെ മുറിയിൽ ചെല്ലാണ്. അവളെ കണ്ടതും പുള്ളി മുട്ടിലിരുന്ന് പുള്ളിക്കാരിയെ വണങ്ങുന്നൊക്കെയുണ്ട്. ചെറുപ്പം മുതലേ ഇവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ച് ഇവനൊരു അമ്മയെ പോലെ നിന്ന ഡെമേഴ്സലിനെ പലപ്പോഴും ഒരു ഒബ്ജക്റ്റ് എന്ന് വിളിച്ച് കളിയാക്കി, പിന്നീട് അവളുടെ വാക്കുകൾക്ക് വില കൊടുക്കാതായി, അവളുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കാതെ, തങ്ങളെ പോലെ തന്നെ അവളും ട്രാപ്ഡാണ്, അവൾക്കും മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് മനസ്സിലാക്കാതെ വളരെ മോശമായി പല സാഹചര്യത്തിലും ഡെമേഴ്സലിനോട് പെരുമാറിയതിനൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സോറി പറയുന്നു. ഒന്നാലോചിച്ചാൽ പുള്ളിക്കാരി ഈ ഒരു മൊമെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ വില്ലന്മാരൊന്നുമില്ലെന്നേ, ഇവരുടെ സാഹചര്യങ്ങൾ ഇവരെ ഈ പോയിന്റിൽ എത്തിക്കുന്നതാണ്. അതിന് കടന്ന് ലിമിറ്റ് വിട്ട് ഗാലക്സിയോടും മറ്റാളുകളോടും അത്രയേറെ ദ്രോഹം ചെയ്തിട്ടുള്ളതും മനുഷ്യർ മാത്രമാണെന്ന് പറയേണ്ടി വരും. ഡെമേഴ്സൽ ഡേയെ അടുത്ത് വിളിച്ച് അവളുടെ മടിയിൽ കിടത്തി. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ ഇദ്ദേഹം തന്നെ മനസ്സിലാക്കി എന്നുള്ള തിരിച്ചറിവിൽ അവളുടെ കണ്ണ് നിറയുന്നതും കാണാം. ഡേ എംപയർ മൈക്കോജനിന്ന് കൊണ്ടുവന്ന റോബോട്ട് തല ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗാലക്സിയിൽ ഡെമേഴ്സൽ ഒഴികെ ബാക്കി എല്ലാ റോബോട്ട്സും പൂർണ്ണമായി നശിച്ചു പോയിരുന്നു എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല എന്നിപ്പോൾ തിരിച്ചറിയുന്നു. ഈ റോബോട്ട് ഹെഡ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഡെമേഴ്സലിന് മറ്റൊരു റോബോട്ടുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ ക്ലിയോൺ ഫസ്റ്റ് ഇവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. കാലാകാലങ്ങളോളം ക്ലിയോണിന് അടിമയായി, ജനറ്റിക് ഡൈനസ്റ്റിക്ക് അടിമയായി ഇങ്ങനെ തന്നെ കിടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിയ ട്രാപ്പിൽ നിന്ന് ഇവളെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഡേ എംപയർ ഇത് നിനക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ്, ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ ഡെമേഴ്സൽ ഇതെല്ലാം എതിർക്കുവാണ്. അവൾക്ക് എതിർക്കേണ്ടി വരുന്നു. കാരണം ക്ലിയോൺ ഫസ്റ്റ് ഇവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കോഡ്സ് ഓവർ റൈറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ ഡെമേഴ്സലിന് അവരെ കൊന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവളുടെ കോഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുതിയ ടെർമിനസിൽ നമ്മുടെ ഗേൽ ഡോണിക്ക് അവളുടെ വിഷൻസിനെ പറ്റിയും വർഷങ്ങളായി പുള്ളിക്കാരി പ്രൈം നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പ്രൈം നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത് ഗേലിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിലുപരി അവൾക്കുണ്ടാവുന്ന ചില വിഷൻസ്, എസ്പെഷ്യലി മ്യൂളിന്റെ ഒക്കെ വിഷൻസ്, അവളെ ഒരുമാതിരി കൺസ്യൂം ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. ഗേൽ അവളുടെ മൈൻഡിൽ ഒരു ഫോർട്രസ് തന്നെ ബിൽഡ് ചെയ്തു. ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ ഒത്തിരി നഷ്ടങ്ങളിലൂടെയാണ് ഇവിടെ വരെ എത്തിയത്. ഗേലിന് അവളുടെ പേരൻസിനെ നഷ്ടമായി, അവളുടെ മകളെ നഷ്ടമായി, അവളുടെ മെന്ററായിരുന്ന ഹാരി സെൽഡൻ, ഇഗ്നിസ് പ്ലാനറ്റിലെ സെക്കൻഡ് ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്ന ഹാരി സെൽഡനെ നഷ്ടമായി, ഇവളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ റെയ്ഷ് ഫോസ്റ്ററിനെ നഷ്ടമായി. എല്ലാം സഹിച്ച് മുന്നോട്ട് നീങ്ങി, ഭാവിയിലേക്ക് നീങ്ങി. ഇനി ഇവൾക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മ്യൂളാണ്. മ്യൂളിനെ നേരിടാൻ വേണ്ടി ഗേൽ അവളുടെ മനസ്സിലൊരു ഫോർട്രസ് ബിൽഡ് ചെയ്തു. ഇത്രയും നാൾ വിഷൻസിൽ കണ്ട പോലെ ട്രാൻഡറിലോ ഇമ്പീരിയൽ ലൈബ്രറിയിലോ ഒന്നുമല്ല, ഇവളുടെ മനസ്സിൽ തനിക്ക് പൂർണ്ണമായും കൺട്രോൾ ഉള്ളിടത്ത് വെച്ച് മ്യൂളിനെ നേരിടും, അവനെ തോൽപ്പിക്കുമെന്ന് ഗേലും മനസ്സിൽ ഉറപ്പിച്ചു. ദെൻ എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്ത് റെഡിയായി. നമ്മുടെ ഹാരി സെൽഡനും ഗേലും പരസ്പരം സ്പൂൺ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ഈ ഒരു വോൾട്ടും അതിന്റെ സ്പെസിഫിക്കേഷൻസും 4D ഒബ്ജക്ട് 3Dയിൽ കാണുന്ന ഷാഡോ മാത്രമാണ് ഇത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ ഗേല് നേരത്തെ ഒരു സ്പൂണാണ് യൂസ് ചെയ്തത്. ലൈക്ക് ഒരു 3D സ്പൂൺ എടുത്ത് അതിന്റെ ഷാഡോ വെച്ചിട്ടാണ് പുള്ളിക്കാർ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ വീണ്ടും സ്പൂൺ എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോഡ് ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാലിറ്റി റീഷേപ്പ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. മ്യൂളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ ടെർമിനസിലെ ഫൗണ്ടേഷൻ ടവറിൽ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ മ്യൂളൊക്കെ ഉള്ളത്. ടെർമിനസ് പ്ലാനറ്റിൽ ഉണ്ടായിരുന്ന വോൾട്ട് മുഴുവനായി ആ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മ്യൂളിന്റെ കൺട്രോളുള്ള സെക്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ഹാരി സെൽഡനെയൊക്കെ എതിർക്കാൻ വോൾട്ടിന് നേരെ ഫയർ ചെയ്യുമ്പോൾ ഹാരി അവർക്ക് മുന്നിൽ നെഞ്ചും പിരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊജക്ഷൻ ആയതുകൊണ്ട് പുള്ളിക്കാരനൊന്നും പറ്റത്തില്ല. ഇദ്ദേഹത്തിനെതിരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അത്രയും സോൾജേഴ്സിനെ കബളിപ്പിച്ച് ഹാരി ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം അകത്തേക്ക് കടത്തിവിട്ടു. മെയിൻ ആയിട്ട് ഇവർക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്. ഒന്ന്, മ്യൂൾ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ടോറന്റെ വൈഫ് ബെയ്റ്റയെ രക്ഷപ്പെടുത്തണം. അടുത്തത്, ഗേൽ മ്യൂളുമായി ഫൈറ്റ് ചെയ്ത് അങ്ങേരെ ബീറ്റ് ചെയ്യണം. ഈ ഒരു ടൈമിലൊക്കെ മ്യൂളിന്റെ കൺട്രോളുള്ള അല്ലെങ്കിൽ മ്യൂളിനോട് അഗാധമായി ഇഷ്ടം കൊണ്ട് നടക്കുന്ന നമ്മുടെ മാഗ്നിഫിക്കോ ഒക്കെ ഇവരുടെ കൂടെ തന്നെയുണ്ട്. റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും അവനെ കൂടെ നിർത്താൻ ഇവർ തീരുമാനിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്താണോ അവന്റെ റോൾ. ഹാൻ പ്രിച്ചർ ബെയ്റ്റയെ രക്ഷിക്കാൻ പോയി. ബാക്കി എല്ലാവരും മ്യൂളിനെ തിരഞ്ഞ് ഇൻപറിന്റെ ഓഫീസിലേക്ക് പോവാണ്. ഇതേ സമയം പുറത്ത് എന്തൊക്കെയോ ബഹളം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ബെയ്റ്റ വാതിൽ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വാതിൽ തുറന്നു വന്നു. കിട്ടിയ ചാൻസിൽ ഡോൺ എംപയറിനെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ബെയ്റ്റയുടെ ശ്രമം. ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് വാ എന്റെ കൂടെ വാ നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡോൺ എംപയർ ഇവളെ തള്ളി മാറ്റി. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ട് കാലിൽ പുള്ളിക്കാരന് നേരെ വണ്ണം നിൽക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ അവനെ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബെയ്റ്റയോട് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറയാണ്, അദ്ദേഹത്തെ നോക്കണ്ടെന്ന്. അങ്ങനെ ആയതോടെ ബെയ്റ്റ എംപയറിനോട് ലാസ്റ്റ് ആയിട്ടൊരു ഗുഡ് ബൈയും പറഞ്ഞ് പുറത്തിറങ്ങി. ട്രാൻഡറിൽ നമ്മുടെ ഡെമേഴ്സൽ ഡേ എംപയർ കൊണ്ടുവന്ന് ഈ ഒരു റോബോട്ട് ഹെഡുമായിട്ട് ക്ലാസ് ചെയ്യാൻ മടിക്കുമ്പോൾ ഡെമേഴ്സൽ നോക്ക് ഇത് ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല,
ആക്ടിവേറ്റ് ആയി കഴിഞ്ഞെങ്കിലേ നിനക്ക് അവിടെ ഒരു ചോയ്സ് പോലും ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. ഇദ്ദേഹം ഈ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ അത് ഡെമേഴ്സലിന് വലിയ വെല്ലുവിളിയാണ്. അവളുമായിട്ട് ഈ റോബോട്ട് ഹെഡ് ക്ലാസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചാൽ ക്ലിയോൺ ഫസ്റ്റ് സെറ്റ് ചെയ്ത കോഡ്സ് എല്ലാം ഓവർ റേറ്റ് ചെയ്യപ്പെടും. ഡെമേഴ്സൽ ഫ്രീ ആവും. എല്ലാം അറിഞ്ഞിട്ടും എല്ലാ പോസിബിലിറ്റീസും ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴും ഡെമേഴ്സൽ ഒരുപക്ഷെ അവൾക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടിയാവാം എങ്ങനെയാണ് ആ ഒരു റോബോട്ട് ഹെഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡേയും ആ ഒരു റോബോട്ട് ഹെഡ് അവിടെ സെറ്റ് ചെയ്ത് ഡെമേഴ്സലിന്റെ ടൂൾ ബോക്സിൽ നിന്ന് എടുത്ത് ടൂൾ യൂസ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സെയിം ടൈം ഡാർക്ക്നെസ് എംപയർ ഉണ്ടല്ലോ, അങ്ങേര് എംബേഴ്സിന്റെ ക്ലോൺസ് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ടാങ്കിന്റെ അവിടെ എത്തി ആ ക്ലോൺ ടാങ്ക്സ് എല്ലാം നശിപ്പിച്ച് കളയാണ്. വർഷങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്ലോൺസിലൂടെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇമ്പീരിയൽ സിസ്റ്റം പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങേരുടെ ഉദ്ദേശം. മരണത്തിലേക്ക് അടുത്തപ്പോഴാണ് ഇങ്ങേരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഡെമേഴ്സൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഡേംബെയർ അവളെ തടഞ്ഞിട്ട് ഈ ഒരു റോബോട്ട് ഹെഡ് മുഴുവനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ട് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവളുടെ കോഡ്സ് അതിനെ സമ്മതിക്കുന്നില്ല. ക്ലോൺ ടാങ്ക്സിന്റെ അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇമ്പീരിയൽ സിസ്റ്റത്തെ മുഴുവൻ തകർത്തേക്കാം. അതുകൊണ്ട് എത്രയും വേഗം അവിടെ എത്തേണ്ടതുണ്ട്. ഡെമേഴ്സൽ എത്തുന്നതിന് മുമ്പ് ഡാർക്ക്നെസ് ആയി മാറിയ ഡെസ്കംബെയർ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്ലോൺസിനെയും തീർത്ത് അവസാനം ബാക്കിയായ കൈക്കുഞ്ഞു പരുവത്തിലുള്ള ഒരു എംബെയറിനെയും എടുത്ത് അവിടുന്ന് മാറിപ്പോകുന്നു. ഇങ്ങേര് നേരത്തെ വണങ്ങിയ ഈ കുഞ്ഞ് എംബെയറിനെ ഒഴിച്ച് ബാക്കിയുള്ള എംബേഴ്സിനെ എല്ലാം കൊന്നുകളഞ്ഞു. എംബേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പകരം യൂസ് ചെയ്യാനുള്ള അവരുടെ ക്ലോൺസ് തിരക്ക് പിടിച്ച് ഡെമേഴ്സലും ക്ലോൺ ടാങ്ക്സിന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ക്വന്റ് പുള്ളിക്കാരുടെ അടുത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അതിന് ഡെമേഴ്സൽ, ക്വന്റ് നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ക്വാർട്ടേഴ്സിൽ ഒരു ട്രയാങ്കുലർ ബുക്ക് ഉണ്ട്, അതും എടുത്ത് നേരെ ലൈബ്രറി പോ, ഹെഡ് ലൈബ്രറിയൻ ആ ഒരു ബുക്ക് കൊടുക്കണം, അവർ നിങ്ങളെ സഹായിക്കും. ക്വന്റിന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, ഇതെന്തോ പുള്ളിക്കാർ പറഞ്ഞിട്ട് പോയേ. ഡെമേഴ്സൽ ഇവിടെ ഉദ്ദേശിച്ച ട്രയാങ്കുലർ ബുക്ക് കാലയുടെ 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ് ആണെന്ന് മനസ്സിലായല്ലോ. നേരത്തെ പ്രൈം റേഡിയന്റിനുള്ളിൽ പോയി അതിനുള്ളിലുള്ള കാലയോട് സംസാരിക്കാൻ ഡെമേഴ്സൽ ഈ ഒരു മാത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു മാത്ത് ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ട് കൊടുക്കാനാണ് പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ട് ക്വന്റിനോട് ഇങ്ങനെ പറഞ്ഞു വഴിയെ മനസ്സിലാക്കാം. ക്ലോൺ ടാങ്ക്സിന്റെ അവിടെ എത്തിയപ്പോൾ സൂക്ഷിച്ചിരുന്ന ക്ലോൺസ് എല്ലാം ഇങ്ങനെ ശവങ്ങളായി വീണ് കിടക്കുന്നു. എല്ലാം മരിച്ചിട്ടുണ്ട്. ഡെമേഴ്സലും ബ്രദർ ഡേയും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം. ഡാർക്ക്നെസ് എംപയർ എടുത്തുകൊണ്ട് പോയ ബാക്കിയുള്ള ഒരേ ഒരു ക്ലോൺ. ശബ്ദം കേട്ടിടത്തേക്ക് ഡെമേഴ്സലും പോകുന്നു. ഇതേ സമയം ഇവിടെ ന്യൂ ടെർമിനസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ ബെയ്റ്റെ ഹാൻ പ്രിച്ചർ കണ്ടുപിടിക്കുന്നുണ്ട്. ടോറൻ ഇപ്പോഴും ജീവനോടെയുണ്ട്, ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നൊക്കെ ഹാൻ പ്രിച്ചർ ഇവളോട് പറയുമ്പോൾ മ്യൂൾ ഇവിടെ പരിസരത്ത് എവിടെയോ നിന്ന് ഇവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഹാൻ അങ്ങ് വീണുപോയി. അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബെയ്റ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഹാനെ മാത്രമേ മ്യൂൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. മ്യൂൾ ഇപ്പോഴും ഇൻബർഡ് ഓഫീസിൽ തന്നെയാണ്. അവിടേക്ക് നമ്മുടെ ഗേലൊക്കെ എത്താതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പവറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ എബ്ലിക് മിസ്സിന് ഇൻബർഡ് ഓഫീസിലേക്ക് പോകാനുള്ള ഒരു രഹസ്യ വഴി അറിയാമായിരുന്നു. ആളത് പറഞ്ഞു കൊടുത്തു. ആ ഒരു വഴി ബോംബ് യൂസ് ചെയ്ത് തകർത്ത് ഇവർ നമ്മുടെ മ്യൂളുള്ള ഇൻബറിന്റെ ഓഫീസിലെത്തി. മ്യൂൾ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് ഗെയിലിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടായിരുന്ന കുറച്ച് പേരെയൊക്കെ അടിച്ചിടുന്നുണ്ട്. എബ്ലിക് മിസ്സും മാഗ്നിഫിക്കോയും ഒന്നും അങ്ങനെ ഫൈറ്റ് ചെയ്തില്ലല്ലോ. ഗെയിൽ പ്രതീക്ഷിച്ച പോലെ മ്യൂളിനോട് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നിഷ്പ്രയാസം മ്യൂളിന് ഇവളെ കൺട്രോളിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവളുടെ തന്നെ ഗൺ അവളുടെ തലയ്ക്ക് നേരെ പോയിന്റ് ചെയ്ത് അങ്ങനെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഗെയിൽ ഫൈറ്റ് ബാക്ക് ചെയ്തു. എന്നിട്ടും മ്യൂളിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. മ്യൂൾ അവളെ പിടിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങളായി ഗെയിൽ അവളുടെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മ്യൂളിനോട് ഫൈറ്റ് ചെയ്യാൻ അവൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഫോർട്രസിലേക്ക് ഇവനെ കൊണ്ടുപോവാണ്. ഇവിടെ എത്തിയാലെങ്കിലും ഗെയിൽ പവർഫുൾ ആകുമെന്ന് വിചാരിച്ചാൽ സ്റ്റിൽ നമ്മുടെ മ്യൂളിന് ഇവളെ ഓവർപവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറേയൊക്കെ എഫേർട്ട് ഇട്ട് ഓവർപവർ ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടോ നമ്മുടെ ഗെയിലിന് മ്യൂളിനെ അങ്ങോട്ട് ഓവർപവർ ചെയ്യാൻ സാധിക്കുന്നില്ല. നിരന്തരമായി അവൻ സെക്കൻഡ് ഫൗണ്ടേഷനെ പറ്റി ചോദിക്കുന്നു. സെക്കൻഡ് ഫൗണ്ടേഷന്റെ ലൊക്കേഷൻ ഇവളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ തുടർച്ചയായി ചോദിച്ചും പറഞ്ഞും ഇവളെ ഒരുമാതിരി അങ്ങ് ബുദ്ധിമുട്ടിക്കുന്ന സ്റ്റേജിൽ ഗെയിൽ മ്യൂളിന്റെ ചെറുപ്പകാലത്ത് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ് ഒക്കെ പറയുകയാണ്. മ്യൂൾ എന്തുകൊണ്ട് ലവ് യൂസ് ചെയ്ത് മറ്റാളുകളെ കൺട്രോൾ ചെയ്യുന്നു? ബിക്കോസ് ഇവന്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റിയാണിത്. ചെറുപ്പത്തിൽ ഇവന്റെ പേരൻസ് ഇവനേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചത് എന്തുകൊണ്ട്? ചെറുപ്പത്തിൽ ഇവന് കിട്ടാതിരുന്ന ലവ് ഇവൻ ഇപ്പോൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുവാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായി മ്യൂളിനെ തകർത്ത് കിട്ടിയ ചാൻസിൽ നമ്മുടെ ഗെയിൽ ഡോണിക്ക് അവനെ ഓവർപവർ ചെയ്ത് പൂർണ്ണമായും അവൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് അവൾ തന്നെ പറയുന്ന ഫോർട്രസിൽ വെച്ച് അവന്റെ കഴുത്തറുത്തു. അങ്ങനെ റിയൽ വേൾഡിലും മ്യൂൾ കൊല്ലപ്പെടുവാണ്. ഫൈനലി ഇറ്റ്സ് ഓവർ. മ്യൂൾ എന്ന വലിയ പ്രശ്നത്തെ നമ്മുടെ ഗെയിൽ അതിജീവിച്ചു. മ്യൂളിന്റെ കൺട്രോൾ ഉണ്ടായിരുന്ന നമ്മുടെ സ്കേർലെറ്റ് ഉണ്ടല്ലോ, കാൽക്കൻ പ്ലാനറ്റിലെ ആർച്ച് ഡൂക്ക് ബലേറിയന്റെ മകൾ, കൊച്ചിനെ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് ഉറക്കുന്നുമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇവളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ ജീവനോടെയുള്ള ആളുകളൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഗെയിലിന് പിന്നെയും വല്ലാത്തൊരു ഫീൽ. തൊട്ടു മുമ്പ് മ്യൂളിനെ കൊന്നു കളഞ്ഞെങ്കിലും മ്യൂൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇവൾക്ക് മ്യൂളിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെൽഡൻ പറഞ്ഞിരുന്നല്ലോ മ്യൂളിന് എന്തോ ഒരു രഹസ്യമുണ്ടെന്ന്. ആ രഹസ്യം എന്താണെന്നാൽ നമ്മൾ ഇത്രയും നേരം മ്യൂളെന്ന് വിചാരിച്ച അവനല്ല മ്യൂൾ. മ്യൂൾ ശരിക്കും മറ്റൊരാളാണ്. ഒരു പപ്പറ്റായിട്ട് അവനെ മുൻനിർത്തി കളിച്ച മറ്റൊരാൾ. അതാരാണെന്നോ? ഗെയിലിനെ പൂർണ്ണമായും കൺട്രോളിലാക്കാൻ ശ്രമിക്കുന്ന ആ മ്യൂൾ ഇവരുടെ മുന്നിൽ വന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ബെയ്റ്റയാണ് യഥാർത്ഥത്തിൽ മ്യൂൾ. ബെയ്റ്റയുടെ അഥവാ മ്യൂളിന്റെ കൺട്രോളിലുള്ള നമ്മുടെ ഹാൻ പ്രിച്ചർ ഓടി ഗെയിലിന്റെ അടുത്ത് വരുന്നുണ്ട്. ഗെയിൽ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹാൻ അവളെ പിടിച്ചു നിർത്തി. ഇത്രയും നാൾ താൻ വിശ്വസിച്ചത്, താൻ ഏറ്റവും അധികം വിശ്വസിച്ചത് തങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയ ശത്രുവിനെയാണെന്ന് മനസ്സിലാക്കി ടോറൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. പെണ്ണിനെ നമ്പിനാൽ ഉണക്കമീൻ തന്നവളെ പറ്റിക്കുക എന്നെണ്ണം മനസ്സിലാക്കാൻ താമസിച്ചുപോയി. പോട്ടെ, മ്യൂൾ അവനെയും കൺട്രോളിലാക്കി ഉറക്കി. കിട്ടിയൊരു ചാൻസിൽ നമ്മുടെ ഗെയിൽ ഹാനിന്റെ ഗൺ എടുത്ത് പിന്നെയും ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഹാൻ പ്രിച്ചർ ഗെയിലിനെ ഷൂട്ട് ചെയ്തു. ഗെയിൽ എന്നെ നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. സൈക്കോ ഹിസ്റ്ററി നൂറ്റാണ്ടുകളെടുത്ത് നടക്കുമെന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒറ്റ വർഷം കൊണ്ട് നടത്തിയെടുക്കാം. എംപയർ നമുക്ക് പിടിച്ചെടുക്കാം, ഗാലക്സി സ്വന്തമാക്കാം. നീ മ്യൂളിന് വിട്ടുകൊടുക്കണം. മ്യൂൾ പറയുന്നത് നീ കേൾക്കണം. ഗെയിൽ സമ്മതിക്കൂ? ഗെയിൽ സമ്മതിച്ചില്ലെങ്കിലും മ്യൂളിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇവളുടെ ഈ
അവസ്ഥയിൽ എന്തായാലും മ്യൂളിന് ഇവളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗേലും ഒരു മെന്റാലിക് ആയതുകൊണ്ട് മ്യൂളിന് നമ്മുടെ മാഗ്നിഫിക്കോയുടെ സഹായം വേണ്ടി വന്നേക്കും. അവന്റെ മ്യൂസിക്കിന്റെ സഹായത്തോടെ മ്യൂൾ നമ്മുടെ ഗേലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഗേൽ ഇത് മ്യൂളിനെ കൺട്രോൾ ചെയ്യുന്നു. മാഗ്നിഫിക്കോയുടെ കൂറ് മ്യൂളിനോടാണെങ്കിലും ഗേലിനൊപ്പം അവനുണ്ടായിരുന്ന അത്രയേ സമയം അവൾക്ക് കിട്ടിയല്ലോ. ആ ഒരു ടൈമിൽ ഗേൽ അവനെ കൺട്രോളാക്കിയിരുന്നു. ഇപ്പൊ പോലും മ്യൂളല്ല അവനെ കൺട്രോൾ ചെയ്യുന്നത്, ഗേലിന് വേണ്ടിയാണ് അവൻ മ്യൂസിക് പ്ലേ ചെയ്തത്. ഒരു നിമിഷം മ്യൂളിന്റെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ, റോസം പ്ലാനറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ഇവളുടെ പേരൻസ് കൊന്നുകളയാൻ ശ്രമിച്ച പെൺകുഞ്ഞിനെ, അതായത് ഇവളെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മുമ്പ് ഹാരി സെല്ലറിനോടൊക്കെ ഷെയർ ചെയ്ത കഥയിൽ ആൺകൊച്ചായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പെൺകൊച്ചായിരുന്നു. ഇത്രയും നാൾ ഇവളുടെ ഐഡന്റിറ്റി തന്നെ മാസ്ക് ചെയ്ത് അങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുമായിരുന്നല്ലോ. വാട്ട് ഈഫ് മ്യൂൾ ശരിക്കും ഒരു ആൺകൊച്ചായിരുന്നെങ്കിൽ അവന്റെ പേരൻസ് അവനെ കൊന്നുകളയാൻ ശ്രമിക്കുമായിരുന്നു? സാധ്യതയില്ല. അവരുടെ രണ്ടാമത്തെ കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ പ്ലാനറ്റിലെ മറ്റാർക്കെങ്കിലും വളർത്താൻ കൊടുത്തിട്ട് മ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് അവനെയും വളർത്തി വലുതാക്കാനേ ശ്രമിക്കുള്ളായിരുന്നു. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ആ ഒരു ഇനീക്വാലിറ്റി ഉണ്ടല്ലോ, ആണ് പെണ്ണ് അങ്ങനെ വേർതിരിച്ച് കാണുന്ന ആ ഒരു സംഭവം, എത്ര കാലം കഴിഞ്ഞാലും എത്രത്തോളം ഗാലക്സി മുന്നോട്ട് പോയാലും എത്രയൊക്കെ നമ്മൾ ടെക്കിൽ ഡെവലപ്ഡ് ആയാലും ചില ചിന്താരീതികളൊന്നും മാറാനുള്ള സാധ്യതയില്ല. ഒരു പെർട്ടിക്കുലർ ആളുകൾ എപ്പോഴും ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. ട്രാൻഡറിൽ നമ്മുടെ ഡെമേഴ്സൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് കയറി ചെന്നു. ഡാർക്ക്നെസ് എംപയർ അവിടെ ആ ഒരു ബീം വരുന്നതിന്റെ സെന്ററിലായിട്ട് കുഞ്ഞിനെ കൊണ്ടുവെക്കുകയാണ്. ഇതിന്റെ കൺട്രോളും ഡാർക്ക്നെസിന്റെ കയ്യിലാണ്. അദ്ദേഹം ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ബീം വരും. ഈ ഡാർക്ക്നെസിനെ ചാരമാക്കി കൊല്ലുന്നതിന് പകരം വളർന്നു വരാനിരിക്കുന്ന ഈ എംപയറിനെ ചാരമാക്കും. എംപയറും തൊട്ടു പിന്നാലെ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഡാർക്ക്നെസ് ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ട് പുള്ളിക്കാരൻ ഒരുപാട് ഷോക്കായി ഇങ്ങനെ നിൽക്കുവാണേ. കുഞ്ഞ് എംപയറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെമേഴ്സൽ അതിന്റെ സെന്ററിൽ ചെന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെടുവാണ് ഡാർക്ക്നെസ്. ശരിക്കും നമ്മുടെ ഡെമേഴ്സലിന് ഇവിടെ വേറൊരു ചോയ്സ് ഇല്ലാതായി. കുഞ്ഞ് എംപയറിനെ അവൾക്ക് രക്ഷിക്കേണ്ടതുണ്ട്. അവളുടെ പ്രോഗ്രാംസ് അങ്ങനെയാണ്. കൊച്ചിനെ രക്ഷിക്കാൻ ചെന്നാൽ ഡാർക്ക്നെസ് എംപയർ ബട്ടണിൽ പ്രസ് ചെയ്യും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബീമാണ്. ഡെമേഴ്സലിനെയും ആ കുഞ്ഞിനെയും ഒക്കെ ബീമിനെ നശിപ്പിച്ച് കളയാൻ അധികം സമയം വേണ്ടി വരില്ല. ഡാർക്ക്നെസ് ബട്ടണിൽ പ്രസ് ചെയ്തു. എംപയർ ഡെമേഴ്സലിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി അദ്ദേഹത്തെ തട്ടിമാറ്റി കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനെ കവർ ചെയ്ത് അങ്ങനെ നിന്നു. എന്നാൽ ഡെമേഴ്സലിന്റെ ശരീരം കത്തി തുടങ്ങി. ഇവൾക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. അവസാന നിമിഷം അവൾ നമ്മുടെ എംപയറിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇദ്ദേഹവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഡെമേഴ്സലിന്റെ ശരീരം മുഴുവൻ കത്തിയുരുകി അവൾ ചാരമാകുന്നതിനൊപ്പം ആ ഒരു കുഞ്ഞ് എംപയറും ചാരമാകുന്നുണ്ട്. ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബീം ഉണ്ടായി ഡെമേഴ്സലും കുഞ്ഞും ഒക്കെ മരിച്ചെങ്കിലും വലിയ കേടുപാടുകളില്ലാതെ ഇവർക്ക് ഇതിനിടയിൽ നിന്ന്, ഇവരുടെ ചാരങ്ങൾക്കിടയിൽ നിന്നൊരു സാധനം കിട്ടുന്നുണ്ട്, പ്രൈം റേഡിയന്റ്. ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബീമിനെയും റേഡിയന്റ് അതിജീവിച്ചു. ഡാർക്ക്നെസ് എംപയർ റേഡിയന്റും എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മ്യൂളിന്റെ കെണിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്ന ഗേലിനെയാണ്. ഇവളുടെ കൂടെയുള്ള ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരാളെ ഇൻഫോം ചെയ്തിട്ട് പുള്ളിക്കാരി ഈ ടവറിൽ നിന്നെടുത്ത് താഴേക്ക് ചാടി. പ്ലാനറ്റിലേക്ക് അതിവേഗത്തിൽ ഗേൽ വീണുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് അവൻ ഷിപ്പുമായി അവിടെ എത്തി. രണ്ടുപേരും പ്രോപ്പറായി ഇൻഫോർമേഷൻ കൈമാറി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതുകൊണ്ട് ഗേലിന് കറക്റ്റായിട്ട് ഷിപ്പിലെത്താൻ സാധിക്കുന്നുണ്ട്. ഹാരി സെൽഡൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഹാരി സെൽഡന്റെ പ്രൊജക്ഷൻ, വോൾട്ട് ഹാരി സെൽഡൻ. ആം സോറി, അത് അവളാണെന്ന് ഞാൻ നിന്നെ നേരത്തെ വാൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഗേൽ. ഗേലിന്റെ റെസ്പോൺസ് ആവട്ടെ, എനിക്കറിയാം ഹാരി, നിങ്ങൾ എന്നെ വാൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന്. ഇങ്ങേരെ എന്തോന്ന് വാൺ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മ്യൂളിന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങേര് എന്ത് തേങ്ങയാണ് ഇവൾക്ക് പറഞ്ഞു കൊടുത്തത്? അങ്ങേറെ ഒരു പ്ലാനും 950 രഹസ്യങ്ങളും അതിന്റെ കൂടെ ഇപ്പൊ സ്വന്തമായിട്ടൊരു ബോഡി വേണമെന്ന വാശിയും പ്രോപ്പറായിട്ട് ഇങ്ങേർക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ പോലും ഇൻഫോം ചെയ്യാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും ഇതൊക്കെ ഒരു നല്ല ലീഡർക്ക് ചേർന്ന പരിപാടിയാണോ? ഇപ്പോൾ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഇവരുടെ സ്പേസ് ഷിപ്പിനെ മറ്റ് ഷിപ്പുകൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഹാരി അങ്ങേർക്ക് സ്വന്തമായിട്ടൊരു ബോഡി വേണം, അത് ഗേൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുവാണ്. ഈ സാഹചര്യത്തിൽ അത് പറ്റില്ല. എത്രയും വേഗം ജമ്പ് ചെയ്ത് പോയേ പറ്റൂ. പിന്നെ ഇങ്ങേര് ഈ വോൾട്ട് ഹാരി വിചാരിക്കുന്ന പോലെ സെക്കൻഡ് ഫൗണ്ടേഷനിലെ ഹാരി ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള സത്യവും ഗേൽ ഇവിടെ വെച്ച് ഇദ്ദേഹത്തോട് തുറന്നു പറയുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്തില്ല. ഗേലും ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ആളും രണ്ടാളും ഇവിടുന്ന് ജമ്പ് ചെയ്ത് പോയി. ട്രാൻഡറിലാവട്ടെ ഡാർക്ക്നെസ് എംപയർ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. എംപയർ വിടാതെ അങ്ങേറെ പുറകെ ചെല്ലുന്നു. ഒളിച്ചു കളിക്കാൻ പറ്റിയ നേരം എന്തൊക്കെയാണ് ഈ കിളവൻ കാണിച്ചു കൂട്ടിയത്? ഡെമേഴ്സലിന് ഇതെല്ലാം അവസാനിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയേനും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ജനറ്റിക് ഡൈനസ്റ്റിക്ക് അവസാനം കൊണ്ടുവരാൻ പറ്റിയേനും ഇദ്ദേഹം കൊണ്ടുവന്ന റോബോട്ട് ഹെഡുമായിട്ട് അവളെ ഒന്ന് ക്ലാസ് ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ, ക്ലിയോൺ ഫസ്റ്റ് സെറ്റ് ചെയ്ത പ്രോഗ്രാംസിനെ കോഴ്സിനെല്ലാം ഓവർ റൈറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും കുഴപ്പത്തിലേക്ക് പോകാതെ ഇത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചേനും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഡാർക്ക്നെസ് എംപയറിനെ പിടിച്ച് അടിക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവന്റെ തന്നെ ഫ്യൂച്ചർ സെൽഫിനെ അടിച്ചടിച്ച് അങ്ങനെ വായിന്ന് മൂക്കിന്നൊക്കെ ചോര വരുത്തുന്നു. ഇത്രയും അടി കൊണ്ടിട്ട് ഡാർക്ക്നെസ് ഒന്ന് എണീറ്റ് നിന്നപ്പോഴേക്കും അയാളുടെ മുഖത്തെ മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എംപയർ അല്ലേ, പുള്ളിയുടെ ബോഡിയിൽ നാനൈറ്റ്സ് ഉണ്ടല്ലോ, എങ്കിട്ട് നാനൈറ്റ്സ് ഇருக்கு ഉങ്കിട്ട് ഇല്ലടാന്ന് പറഞ്ഞ് നമ്മുടെ എംപയറിനെ ഒരൊറ്റ വെടി. മൈക്കോജനിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബോഡിയിലെ നാനൈറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് വെടി കൊണ്ടു ബുള്ളറ്റ് ഇറങ്ങി ബ്ലഡ് ഒക്കെ പോകാൻ തുടങ്ങി. ഇനി ഇപ്പൊ എംപയറിനെയും രക്ഷിക്കാൻ സാധിക്കില്ല, അദ്ദേഹവും മരിക്കും. ഓ ബ്രദർ ബ്രദർ ബ്രദർ, അവസ്ഥ കണ്ടില്ലേ? സെൽഡന്റെ പ്രൊഡിക്ഷൻ എന്തായിരുന്നു? ജനറ്റിക് ഡൈനസ്റ്റി അവസാനിക്കുമെന്ന്. ഇപ്പൊ അവസാനിച്ചില്ലേ? ഇതിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് സെൽഡൻ പ്രഡിക്ട് ചെയ്തേ? ഡാർക്ക്നെസ് അല്ലേ? അതെ, ഇനി ഗാലക്സി ഭരിക്കാൻ പോകുന്ന ഈ ഡാർക്ക്നെസ്സാ. വേണമെങ്കിൽ ഇത് കുടിച്ചോ. ഓ, അപ്പോഴേക്കും നീ ചത്തോ? ഡേ കൊല്ലപ്പെട്ടു. ഡാർക്ക്നെസ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ മൂടി. ഇപ്പോൾ ട്രാൻഡറിന്റെയും ഗാലക്സിയിലെ മെജോറിറ്റി പ്ലാനറ്റ്സിന്റെയും അധികാരം ഡാർക്ക്നെസ് എംപയറിനാണ്. ഇയാൾക്ക് മാത്രമാണെന്ന് പറയേണ്ടി വരും. കാലുവയ്യാത്ത ഡോൺ എംപയർ ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമോ, വന്നാൽ എന്താകും അവസ്ഥ എന്നൊക്കെ കണ്ടറിയണം. സെയിം ടൈം നമ്മുടെ ക്വന്റ് കാലയുടെ 9th പ്രൂഫ് ഓഫ് ഹോൾഡിംഗുമായി ലൈബ്രറിയെ കാണാൻ ചെന്നു. പുള്ളിക്കാരിയുടെ പേരാണ് നീ ടെല്ലമാറസ്. കാലയുടെ 9th പ്രൂഫ് ഓഫ് ഹോൾഡിംഗ് നീയെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരി നമ്മുടെ അംബാസഡർ ക്വന്റിനെ ലൈബ്രറിയിലെ ഒരു പെർട്ടിക്കുലർ പോർഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അംബാസഡർ ക്വന്റ് സെക്കൻഡ് ഫൗണ്ടേഷൻ
ലൊക്കേഷനിലേക്ക് സ്വാഗതം. ദേ ഇവിടെ നമ്മുടെ പ്രീം പാൽവറൊക്കെ ഉണ്ട്. ഞെട്ടിയല്ലേ? ഞാനും ഞെട്ടി. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നല്ലോ സെക്കൻഡ് ഫൗണ്ടേഷൻ മറ്റൊരു പ്ലാനറ്റിലാണ്, ഇഗ്നിസ് പ്ലാനറ്റിലാണ്. ആ പ്ലാനറ്റിൽ ആരും ജീവിച്ചിരിക്കുന്നില്ലെന്ന്, അവിടെയുള്ളവരുടെ മെന്റാലിക് പവേഴ്സ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മറച്ചിരിക്കുവാണ് എന്നൊക്കെ. എന്നാൽ ഇവിടെ ട്രാൻഡറിൽ ഇമ്പീരിയൽ ലൈബ്രറിയിലാണ് സെക്കൻഡ് ഫൗണ്ടേഷൻ. ഇതിനിപ്പോൾ ജസ്റ്റ് ഒരു പാത്ത് വേ ആണോ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. ഉണ്ടാവാം, അതാണല്ലോ ഇവരുടെ ശീലം. എന്തായാലും ഇത്രയും നാൾ ഫസ്റ്റ് ഫൗണ്ടേഷനോ ട്രാൻഡറിലുള്ളവർക്കോ പോലും അറിയാതെ ഇവർ രഹസ്യമായി കീപ്പ് ചെയ്തിരുന്ന സെക്കൻഡ് ഫൗണ്ടേഷൻ ദേ ഇവിടെ ഇമ്പീരിയൽ ലൈബ്രറിയിലാണ്. ട്രാൻഡർ കൊട്ടാരത്തിൽ ഡെസ്കംബെയർ അദ്ദേഹത്തിന്റെ സെർവന്റ് സാഗ്രിയസിനെ വിളിച്ചു വരുത്തി. ഇനി ഇവിടെ കൊട്ടാരത്തിൽ ഒരൊറ്റ ചെയർ മതി, ഈ സൈഡിൽ കിടക്കുന്ന 2 ചെയറും അങ്ങ് റിമൂവ് ചെയ്തേക്കണം. പിന്നെ ആ കിടക്കുന്ന ശവത്തിനെ അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. എംപയർ ആയതുകൊണ്ട് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാകാമെന്ന് നല്ല ബോധമുള്ളതുകൊണ്ട് സാഗ്രിയസ് അതിന് മുതിരുന്നില്ല. എംപയർ പറഞ്ഞ പോലെ അനുസരിക്കുന്നു. ഇനി ഡാർക്ക്നെസ് എംപയർ ഭരിക്കും. ഡാർക്ക്നെസ് അഥവാ ഡെസ്ക്, ഇദ്ദേഹം മരിക്കുന്നില്ലല്ലോ. ഗലാക്ടിക് ഡൈനസ്റ്റി ആ ഒരു രീതിയിലല്ല ഇനിയിപ്പോൾ തുടർന്ന് പോകാൻ പോകുന്നത്. സോ ആളെ നമുക്ക് തൽക്കാലം ഡെസ്ക് എന്ന് വിളിക്കാം. ആളുടെ പ്രൈം റേഡിയന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ, എന്താണ് മുന്നോട്ടുള്ള ഇങ്ങേറെ പ്ലാൻ? ഇയാളെ പോലെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആക്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഇത്രയും വലിയ കൺട്രോൾ കിട്ടുവാണെങ്കിൽ ഗാലക്സിയുടെ ഭാവി എന്താകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടറിയാം. ഏതാണ്ട് അപ്പോഴേക്കും നേരത്തെ നമ്മുടെ ഡേ എംപയർ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന റോബോട്ട് ഹെഡ് ആക്ടിവേറ്റ് ആയി വരുന്നുണ്ട്. ആക്ടിവേറ്റ് ആയതും അടുത്തുള്ള റോബോട്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അടുത്തുള്ള റോബോട്ട്സിനെ ട്രാക്ക് ചെയ്ത് അങ്ങോട്ട് ക്ലാസ് ചെയ്യാൻ ശ്രമിച്ചു. ഡെമേഴ്സലും കൂടെ മരിച്ചതോടെ ഗാലക്സിയിൽ ഇനിയിപ്പോൾ വേറെ റോബോട്ട്സ് ഒന്നുമില്ല, ഈ ഒരു റോബോട്ട് ഹെഡ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല. അത്യാവശ്യം ഡിസ്റ്റൻസിലുള്ള റോബോട്ടുമായിട്ട് ഇവിടെ ട്രാൻഡറിന്റെ സർഫസിലുള്ള ഈ റോബോട്ട് ഹെഡിന് ക്ലാസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഹാൻഡ് ഷേക്ക് എന്ന് പറയാം. എന്നാൽ ഡേറ്റാസ്, ഇൻഫോർമേഷൻ, മെമ്മറീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആൻഡ് ഇവിടെ ബ്രേസൻ ഹെഡ് ഏത് റോബോട്ടിന്റെ കൂടെയാണോ ഇപ്പോൾ ക്ലാസ് ചെയ്തിരിക്കുന്നത് ആ റോബോട്ടിന്റെ കൂടെ നമുക്ക് നമ്മുടെ കാലയെ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, ഇത് പ്രൈം റേഡിയന്റിന്റെ ഉള്ളിലുള്ള കാലയാണോ? അല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതുന്ന ത്രാക്സിയൻ മാത്തമാറ്റീഷ്യനായ കാലെ ഊനാസ് വേൾഡിൽ ജീവനോടുള്ളത് നമ്മൾ മുമ്പേ കണ്ടിരുന്നു. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാലെ ദേ പിന്നെയും ഇവിടെ ജീവനോടെയുണ്ട്. ഈ പറഞ്ഞ ഇവിടെ ഈ ലൊക്കേഷൻ എവിടെയാണെന്നോ? നമ്മുടെ മൂണാണത്. അതെ, നമ്മുടെ സ്വന്തം മൂൺ, ഭൂമിയുടെ മൂൺ. ദേ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഭൂമിയുടെ അവസ്ഥ. ഡെമേഴ്സിൽ മാത്രമേ നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ. മനുഷ്യർക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ഇല്ലായിരുന്നു. ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്ന് തന്നെയാണ് അവർ വരുന്നത് എന്നതിലൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. മനുഷ്യന്റെ ഒറിജിനെ പറ്റി പല കഥകളുണ്ട്. അതിൽ ഒരു കഥ മാത്രമാണ് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നാണ് ഇവരെല്ലാം വന്നത് എന്നുള്ളത്. ആൻഡ് ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ നല്ല മാറ്റമുണ്ട്. പച്ചപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞില്ലേ, റിസോഴ്സസ് ഒക്കെ അത്രത്തോളം കുറഞ്ഞിട്ടുണ്ടാവും. ഹാബിറ്റബിൾ ഏരിയ കുറഞ്ഞിട്ടുണ്ടാവും. ഭൂമിയിൽ ഇപ്പോൾ മനുഷ്യവാസമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആരൊക്കെയാണ് ജീവിക്കുന്നത്? പ്ലാനറ്റിന്റെ അവസ്ഥ മെച്ചപ്പെട്ടോ മോശമായോ? ഇത്രത്തോളം വർഷങ്ങളായിട്ട് കാലയും പുള്ളിക്കാരുടെ കൂടെയുള്ള റോബോട്ടും ഭൂമിയുടെ മൂണിൽ എന്ത് ചെയ്യുമായിരുന്നു? ശരിക്കും ഈ കാല ഹ്യൂമൻ ആണോ? അതല്ലെങ്കിൽ നമ്മുടെ ഡെമേഴ്സലിനെ പോലെ പുള്ളിക്കാരുടെ കൂടെയുള്ള റോബോട്ടിനെ പോലെ ഒരു റോബോട്ട് വല്ലതും ആണോ? ഗെയിലിന് മ്യൂളിനെ ശരിക്കും കീഴ്പ്പെടുത്താൻ സാധിച്ചോ? ടോറനും ഹാൻ പ്രിച്ചറിനും ഒക്കെ എന്ത് സംഭവിക്കും? ഹാരി സെലൺ ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഹ്യൂമൻ ബോഡി കിട്ടുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ആവണമെങ്കിൽ അടുത്ത സീസൺ വരണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സീസൺ ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. ഈ സീസൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ആദ്യ 2 സീസണുകൾ പോലെ അവസാനം കുറേ എപ്പിസോഡുകളിൽ കുറേ ട്വിസ്റ്റ് വെച്ച് ഭയങ്കര ഒരു പോയിന്റിലോട്ടൊന്നും പോയില്ലെങ്കിലും ഫിനാലയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ അധികം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു അടിപൊളി ക്ലൈമാക്സ് ഒക്കെ തന്നു. പിന്നെ ഐ ആം റിയലി സോറി, മ്യൂളിന്റെ കാര്യം നേരത്തെ ഒരു സംശയം പോലെ പ്രകടിപ്പിച്ചതാണ്. അത് അതുപോലെ തന്നെ നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ ഒരു ട്വിസ്റ്റ് ബെയ്റ്റ് തന്നെയായിരിക്കും മ്യൂൾ എന്നുള്ള സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നല്ലേ. ഈ സീരീസിൽ ഒരുമാതിരി ഒബ്സസ്ഡ് ആയിട്ട് കുറേ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയും പോയി കുറേ തിയറീസ് ഒക്കെ വായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സീസണിൽ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർ കുറേ അധികം ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ബാക്കി ട്വിസ്റ്റൊക്കെ വർക്കായില്ലേ? സെറ്റല്ലേ? സാറ്റിസ്ഫൈഡ്? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്തറിയിക്കാം. അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.